ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു 6-7 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വയനാടാണ് വീട്, തിരുവനന്തപുരത്താണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിലും ഒരുപാട് ദൂരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു 10-13 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് വേണം വീട്ടിലെത്താൻ. അതുകൊണ്ടാണ് ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും കുഞ്ഞും കൂടി ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ദിവസത്തെ ലീവൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. കുഞ്ഞു ബേബി ഉണ്ടായപ്പോൾ നമ്മൾ കൂടെ നിന്നതാണ് വാവയുടെ കൂടെ. അന്ന് കണ്ടതാണ് മുത്തുമണി ബേബീനെയൊക്കെ. അപ്പം കുഞ്ഞു ബേബിക്ക് 9 മാസമായി. അപ്പം നമ്മൾ കുഞ്ഞു ബേബിയുടെ എക്സ്പ്രഷൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്തില്ല. മുത്തുമണീനെ ഒത്തിരി നേരം മുത്തുമണിയുടെ കൂടെ പിന്നെ കളിക്കുകയൊക്കെ ചെയ്തു. മുത്തുമണി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞു ബേബി ഇപ്പം ഞാൻ അടുത്തോട്ട് ചെല്ലുകയാണേ എന്നെ മൈൻഡ് ചെയ്യുന്ന വെച്ചാൽ, കാരണം അവൾ എന്നെ നോക്കുന്ന പോലും ഇല്ല. അവൾ മുത്തുമണീനെ നോക്കിക്കൊണ്ടിരിക്കുക. മുത്തുമണി അങ്ങോട്ട് മാറുന്നതനുസരിച്ച് മുത്തുമണി എവിടെയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുറകിലൂടെ സജിലേട്ടനും വരുന്നുണ്ടായിരുന്നു. സജിലേട്ടനെ നോക്കുന്ന അവൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയതേ ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമായി. മുത്തുമണിക്കാണെങ്കിൽ കുഞ്ഞാൻ്റെ ഖത്തറിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്ന് മേടിച്ചപ്പോഴേ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തിനത് കാണാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ത്രില്ലടിച്ചിരിക്കുമായിരുന്നു. അപ്പം അതെല്ലാം എടുത്ത് കൊടുത്ത് അതിനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കളർ പെൻസിൽസ് കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മുത്തുമണിക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൊണ്ട് ഈ വീട് മുഴുവൻ പേപ്പറുകളെടുത്ത് കളറിങ്ങും ഡ്രോയിങ്ങും ഒക്കെ തന്നെയായിരുന്നു. ഞാനിപ്പം വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വോയിസ് ഇടുമ്പോൾ തന്നെ ബാക്കിൽ പശുവുണ്ട്, പശു കരയുന്ന സൗണ്ട് കേൾക്കാം, കോഴിയുണ്ട്, ആടുണ്ട്, പിന്നെ പക്ഷികളൊക്കെ ചിലക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഇവിടെ നമ്മളവിടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന പോലെയല്ല. ഇവിടെ എപ്പോഴും ഇതുങ്ങളുടെയൊക്കെ കരച്ചിലും ഒക്കെ കേട്ടുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലി എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിൽ ഒരു ഒത്തുകൂടുന്നൊരു സമയമാണ്. എല്ലാവരും കൂടി വന്ന് നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ വർഷത്തിൽ ഒരു തവണ എങ്കിലും കൂടാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ ദൈവാനുഗ്രഹം. അങ്ങനെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവർ ഫാമിലി എല്ലാം കൂടി നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവർ വന്നതിൻ്റെ സന്തോഷം എല്ലാം അന്നത്തെ ദിവസം ഫുൾ ഇവിടെ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച്. ഇതെൻ്റെ വീടാണ്. അപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഇതാണല്ലോ. അങ്ങനെ ഒരു 1 വീക്ക് ലീവൊക്കെ എടുത്ത് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. മുത്തുമണിയാണേലും ഭയങ്കര സന്തോഷത്തിലാണ്. കുഞ്ഞു ബേബിനെ കാണാൻ പറ്റിയതിലൊക്കെ ഉള്ള വലിയ സന്തോഷത്തിലാണ്. നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കുന്നൊരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ചക്ക മാങ്ങയൊക്കെ തിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഇവിടെ നല്ലൊരു ഭയങ്കര മധുരമുള്ളൊരു ചക്കയുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു ചക്ക കിട്ടിയായിരുന്നു ഞങ്ങളെല്ലാവരും വന്നപ്പം. അപ്പം അതെല്ലാം കൂടി എല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആൻറ്റിയും ഫാമിലിയെല്ലാം വൈകുന്നേരം അടുത്തുനിന്ന് തിരിച്ചു പോയി. കുഞ്ഞു ബേബി സതിലേട്ടൻ്റെ കൂടെ അടുത്തിരിക്കുകയാണ്. നല്ല ചൂടാണ് ഇവിടെ. അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.